നേര് പറയുകയും സത്യം തുറന്നു കാട്ടുകയും ചെയ്യുന്ന ചിത്രങ്ങൾ. കാലവും ഭരണകർത്താക്കളും മറച്ചുവെക്കാൻ ശ്രമിച്ചാൽ പോലും സത്യം തുറന്നു കാട്ടുന്നവ. അതിനു പിന്നിൽ പ്രവർത്തിക്കുന്ന ഫോട്ടോഗ്രാഫർമാരും അവരുടെ കഠിനാധ്വാനവും. പ്രദർശനവേദി വിട്ടിറങ്ങിയാലും നമ്മെ പിന്തുടരുന്ന കുറേ ചിത്രങ്ങളാണ് ഇത്തവണ ഷാർജ എക്സ്പോഷർ പങ്കുവച്ചത്. സത്യവും സൗന്ദര്യവും സ്വപ്നങ്ങളും ആകുലതകളും ഇടകലർന്ന ചിത്രങ്ങൾ. യുദ്ധമുഖത്തു നിന്നും കടലോരത്തു നിന്നും കത്തിക്കരിഞ്ഞ കാടുകളിൽ നിന്നും പകർത്തിയ നിമിഷങ്ങൾ. ഷാർജ ഉപഭരണാധികാരിയും മീഡിയ കൗൺസിൽ ചെയർമാനുമായ ഷെയ്ഖ് സുൽത്താൻ ബിൻ അഹമ്മദ് ബിൻ സുൽത്താൻ അൽ കാസ്മി എക്സ്പോഷർ ഉദ്ഘാടനം ചെയ്തു. മലയാളിയുടെ മികവുറ്റ ചിത്രങ്ങളും എക്സ്പോഷറിൽ ഇടം നേടി. ഫുഡ് ആർക്കിടെക്ചർ ഫോട്ടോഗ്രാഫി മേഖലയിൽ UAE-യിലെ ശക്തമായ സാന്നിധ്യമായ ദീപുദാസിന്റെ ചിത്രങ്ങളാണ് എക്സ്പോഷർ അവതരിപ്പിച്ചത്. ഇവിടെ എൻ്റെ രണ്ട് കാറ്റഗറിയിലുള്ള എൻ്റെ ഫുഡ് ഫോട്ടോഗ്രാഫിയും ആർക്കിടെക്ചറൽ ഫോട്ടോഗ്രാഫി, ആ രണ്ട് കാറ്റഗറിയിലുള്ള രണ്ട് ഫോട്ടോസാണ് ഈസോ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത്, എക്സിബിറ്റ് ചെയ്തിരിക്കുന്നത്. എക്സ്പോഷർ എന്ന് പറയുന്ന ഇൻ്റർനാഷണൽ ആയിട്ടുള്ള ഒരു വേൾഡ് വൈഡ് റെക്കഗ്നൈസ് ചെയ്ത ഒരു ഫോട്ടോഗ്രാഫി എക്സിബിഷനാണ്. അപ്പോൾ ഇവിടെ എന്ന് വെച്ചാൽ വേൾഡിൻ്റെ ഏറ്റവും ടോപ്പായിട്ടുള്ള ഫോട്ടോഗ്രാഫേഴ്സിൻ്റെ ഫോട്ടോസാണ് എക്സിബിറ്റ് ചെയ്ത്. അപ്പോൾ അവരുടെ കൂട്ടത്തിൽ എൻ്റെ രണ്ട് ഫോട്ടോ ഇവിടെ എക്സിബിറ്റ് ചെയ്തതിൽ എനിക്ക് വളരെയധികം സന്തോഷവും അഭിമാനവും ഒരു മലയാളി എന്ന രീതിയിൽ എനിക്കുണ്ട്. 2025 ലെബനീസ് ആഭ്യന്തര കലാപത്തിൻ്റെ 50 വർഷമാണ്. ഈ ചിത്രത്തിൽ കാണുന്നത് ആ ആഭ്യന്തര കലാപത്തിൻ്റെ ഒരു മുഖമായിട്ടുള്ള ഫറ ആക്രമണത്തിൽ ഫറയുടെ കാറിൻ്റെ ചില്ലുകളെല്ലാം തകർന്ന് വാഹനത്തിൽ ഫറ ഇരിക്കുന്ന ചിത്രമാണ് ഇത്. ഇതുപോലെ ലെബനീസ് ആഭ്യന്തര കലാപത്തിൻ്റെ നിരവധി മുഖമുദ്രകൾ നമുക്ക് എക്സ്പോഷറിൽ കാണാം. മാത്രമല്ല 50 വർഷത്തിന് ശേഷം ഈ ജനത എവിടെ പോകുമെന്നുള്ള ചിന്ത അതുകൂടി ഈ ചിത്രങ്ങൾ പങ്കുവയ്ക്കുന്നുണ്ട്. യുദ്ധം തകർത്തെറിഞ്ഞ ജനത, നഗരങ്ങൾ, രാജ്യങ്ങൾ. ഇപ്പോൾ നമ്മുടെ ഈ ഭൂമുഖത്ത് കണ്ണീരുണങ്ങാതെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന ദശലക്ഷക്കണക്കിന് ജനങ്ങളുണ്ട്. അവരുടെയൊക്കെ ചിത്രങ്ങൾ, അവരുടെയൊക്കെ പ്രതീകങ്ങൾ ഈ ചിത്രങ്ങളിലുണ്ട്. ഈ കാണുന്നത് യുക്രൈനിൽ നിന്നുമുള്ള കുട്ടികളുടെ ദയനീയ കാഴ്ചകളാണ്. I think with the title As Strong as the War is Soft as a Peace, I want to communicate that there's so much devastation in these conflicts, and why not look at the other side of it, and also understand what people are put through in situations of conflict and what the possibility of peace might mean for them. So for everybody in a different situation in a different country, it might mean something different. In the case of Iraq and Syria, it was after the fall of ISIS, and peace for them meant a return to some sort of security and stability in their countries. For other people, it might mean something else. കത്തിത്തീരുന്ന കാടുകൾ, അവിടെ കത്തിയമരുന്ന ജീവനവും ജീവിതവും. ഈ എക്സ്പോഷറിൽ ഇത്തവണ ഏറ്റവും അധികം ശ്രദ്ധയാകർഷിക്കുന്നത് ഇത്തരത്തിലുള്ള കാഴ്ചകളാണ്. സിനിമാറ്റിക് സ്ക്രീനിംഗ്, വർക്ക്ഷോപ്പുകൾ, സെമിനാറുകൾ, ഫോട്ടോ പ്രദർശനത്തിനപ്പുറം ഇങ്ങനെ 200ഓളം ഇടപെടലുകൾക്കും എക്സ്പോഷർ വേദിയായി. ഫോട്ടോഗ്രാഫിയുടെ ആധുനിക സാങ്കേതിക വിദ്യയാണ് എക്സ്പോഷർ പരിചയപ്പെടുത്തുന്നത്. അതോടൊപ്പം തന്നെയാണ് AR VR തുടങ്ങിയ സ്റ്റുഡിയോ ബേസ്ഡ് ആയിട്ടുള്ള പുതിയ സാങ്കേതിക വിദ്യയുടെ ഏറ്റവും മനോഹരമായിട്ടുള്ള കണ്ടുപിടുത്തങ്ങളും അതിൻ്റെ പരിചയപ്പെടുത്തലുകളും. ഈ കാണുന്നത് ഇത് ജമാൽ മോഡലാണ്. അതോടൊപ്പം തന്നെ ഇദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കുന്ന മോഡലുകൾ ഈ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാം. ഈ സ്റ്റുഡിയോയിൽ നിൽക്കുമ്പോൾ അതിൻ്റെ ഔട്ട്പുട്ട് എങ്ങനെയാണ് വരുന്നതെന്ന്. ലോകത്തിലെ വിഖ്യാതരായ ഫോട്ടോഗ്രാഫർമാരും ചലച്ചിത്ര പ്രവർത്തകരും സെമിനാറുകളിലും ചർച്ചകളിലും പങ്കെടുത്തു. ലോകപ്രശസ്തരായ 400ഓളം ഫോട്ടോഗ്രാഫർമാർ, അവരുടെ 2500ഓളം ചിത്രങ്ങൾ. ലോകം എങ്ങനെയായിരുന്നു, എങ്ങനെയാണ്, എങ്ങനെ ആയേക്കും എന്നതൊക്കെ നമ്മളോട് പങ്കുവയ്ക്കുന്ന, ചിലപ്പോൾ നമ്മളെ ആശങ്കപ്പെടുത്തുന്നതാണ്
ഈ ചിത്രങ്ങളൊക്കെ തന്നെ. ഏത് ഭാഗത്തേക്ക് തിരിഞ്ഞാലും എക്സ്പോഷർ ഒരു നിമിഷം നമ്മളെ പിടിച്ചു നിർത്തും. അൻപത് രാജ്യങ്ങൾ, ലോകത്തിലെ ഏറ്റവും പ്രശസ്തരായ 150ഓളം ഫോട്ടോഗ്രാഫർമാർ. ഫോട്ടോഗ്രാഫിയെ ഗൗരവമുള്ള കലാരൂപമായും സംവേദനത്തിനുള്ള ശക്തമായ മാധ്യമമായും കാണുന്നവരായിരുന്നു ഇവർ. ചിത്രങ്ങൾ, ഫോട്ടോഗ്രാഫുകൾ മാത്രമല്ല, ആ ഫോട്ടോഗ്രാഫി രംഗത്ത് വന്നിട്ടുള്ള ആധുനിക സാങ്കേതിക വിദ്യയിലെ എല്ലാ മാറ്റങ്ങളും എക്സ്പോഷർ സന്ദർശകർക്ക് മുന്നിലെത്തിച്ചു. മാത്രമല്ല പലതരത്തിലുള്ള സെമിനാറുകളും ചർച്ചകളും, അത് ലോകത്തിലെ ഏറ്റവും പ്രശസ്തരായിട്ടുള്ള ഫോട്ടോഗ്രാഫർമാർ പങ്കെടുക്കുന്നത്, അതും ഈ 5 ദിവസത്തെ മേളയുടെ വലിയ പ്രത്യേകതയാണ്.